അസ്സലാമലൈക്കും ഗായ്സ്. ഇന്ന് നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യം ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വിനീഗറും കൂടി ചേർക്കണം. വിനീഗറിന്റെ പകരമായിട്ട് നാരങ്ങയും ചേർക്കാം നമുക്ക്. ഇത് ഒന്നുകൂടി കുഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. പറ്റുകയാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം നമുക്ക്. എന്നിട്ടൊരു പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ആയി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ തക്കാളി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്നായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാള ചേർക്കാം. ഒരു 3-4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം മാറുന്നത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വലിയ ജീരകം കൂടി ചേർക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും ചേർക്കുന്നുണ്ട് ഞാൻ. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കന് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.25 കപ്പോളം ഞാൻ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പും ഗരം മസാലയും ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.